കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക വിഷയങ്ങളിലെല്ലാം ശക്തമായ ഇടപെടൽ നടത്തുന്ന സംഘടനയാണ് ഇന്ന് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെ 108ാമത് ജന്മവാർഷികവും അതോടൊപ്പം തന്നെ സഭയുടെ സാമുദായിക സമ്മേളനവും ഇവിടെ നടക്കുകയാണ്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് കവിയലച്ചനാണ്. അച്ഛാ, എങ്ങനെയാണ് ഈ ഒരു 108ാമത് ജന്മവാർഷികവും അതോടൊപ്പം തന്നെ സാമുദായിക സമ്മേളനവുമെല്ലാം നോക്കിക്കാണുന്നത്? ഒരു ദിവസമായി തുടങ്ങിയിട്ട് അല്ലേ? 108 വർഷമായ പാരമ്പര്യമുള്ള കത്തോലിക്ക കോൺഗ്രസ് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ്. ഈ സംഘടനയിലൂടെ ഈ സമുദായത്തിനും അതുപോലെ പൊതുസമൂഹത്തിനും അനേകം നന്മകൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലായി കത്തോലിക്ക കോൺഗ്രസ്സിന് അഭൂതപൂർവമായ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പൊതുസമൂഹവും സമുദായ അംഗങ്ങളും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം കത്തോലിക്ക കോൺഗ്രസ് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി മാറിയിരിക്കുകയാണ്. അതുപോലെ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൻ്റെ സർക്കാരിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ കത്തോലിക്ക കോൺഗ്രസ്സിന് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ്റുകൾ അംഗീകരിച്ച് തന്നിരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഉദാഹരണത്തിന് JB കുര്സി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിക്കണമെന്ന് നമ്മൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസം സർക്കാർ അതിന് വഴങ്ങി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വളരെ വിപുലമായ ഒരുക്കങ്ങളാണ്. 1 ലക്ഷത്തോളം പേര് ഇന്ന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ, കണ്ണൂർ ടൗണിലുള്ള പോലീസ് മൈതാനിയിൽ ഒരുങ്ങിയിരിക്കുന്ന ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വള്ളൂപ്പള്ളി നഗറിലേക്ക് ഒഴുകിയെത്തുന്നത്. 2 മാസത്തോളമായിട്ട് തീവ്രമായ ഒരുക്കങ്ങളാണ് നടന്നത്. തലശ്ശേരി അതിരൂപതയിലെ അധ്യക്ഷൻ അഭിമന്യ മാർ ജോസഫ് അംബ്ലാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ അതിരൂപതയിലെ വികാരി ജനറാളച്ചന്മാർ, രൂപതാ കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട വൈദികർ, തലശ്ശേരി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട ഫൊറോന വികാരിയച്ചന്മാർ, അതുപോലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഡയറക്ടർ അച്ഛന്മാർ, അതുപോലെ എല്ലാ വികാരിയച്ചന്മാരും കത്തോലിക്ക കോൺഗ്രസിൻ്റെ യൂണിറ്റ് ഡയറക്ടർമാരാണ്. അതുപോലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അൽമായ നേതാക്കൾ, ഈ തലശ്ശേരി അതിരൂപതയിലെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഫിലിപ്പ് വെളിയത്ത് സാർ ഉൾപ്പെടെയുള്ള ഒരു ടീം വളരെ സുസജ്ജമായിട്ട് വളരെ കൃത്യമായ ഒരുക്കങ്ങൾ നടത്തി ഇന്നേ ദിവസം എത്തിയിരിക്കുകയാണ്. ഇന്നലെ സമ്മേളന നഗറിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ സാറ് പതാക ഉയർത്തി. അതുപോലെ ആനകുത്തി മരിച്ച പെരിങ്കരയിലുള്ള ജസ്റ്റിൻ്റെ ഖബറിടത്തിൽ നിന്ന് ദീപശിഖ പ്രയാണമുണ്ടായിരുന്നു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ തലശ്ശേരി അതിരൂപത ട്രഷറർ ശ്രീ സുരേഷ് സാറിൻ്റെ നേതൃത്വത്തിൽ വലിയ വരവേൽപ്പാണ് എല്ലാ സ്ഥലത്തും ഈ ദീപശിഖയ്ക്ക് ജാഥയ്ക്ക് പ്രയാണത്തിന് ലഭിച്ചത്. അങ്ങനെ ഇത് വളരെയധികം സന്തോഷത്തോടെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് 1 ലക്ഷത്തോളം ആളുകൾ വരുന്നു. വിപുലമായ കൃത്യമായ പ്ലാനുകളോടെയാണ് ഈ സമ്മേളനവും മഹാറാലിയും നടക്കുന്നത്. കൃത്യം 2:30 മഹാറാലിക്കായിട്ട് സമ്മേളന നഗരിയിലാണ് എല്ലാവരും ആദ്യം ഒത്തുകൂടുന്നത്. ഈ 1 ലക്ഷത്തോളം ആളുകളെ ഉൾക്കൊള്ളുവാൻ പോലീസ് മൈതാനിക്ക് സാധിക്കുമെന്നതുകൊണ്ടാണ് സമ്മേളന നഗരിയിൽ തന്നെ അവരെ ക്രമീകരിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി പോസ്റ്റ് ഓഫീസ്, കളക്ട്രേറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ചുറ്റി മഹാറാലി നടത്തുന്നതായിരിക്കും. അതിനുശേഷം കൃത്യം 4 മണിക്ക് പൊതുസമ്മേളനം. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. അഭിമന്യ മാർ ജോസഫ് അംബ്ലാനി പിതാവും അഭിമന്യ മാർ റെമിനാനിൽ പിതാവും മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവും തലശ്ശേരി അതിരൂപതയുടെ റിട്ടയർഡ് ആർച്ച് ബിഷപ്സായ അഭിമന്യ മാർ ജോർജ് വലിയമറ്റ പിതാവ്, മാർ ജോർജ് ഞാർലക്കാട്ട് പിതാവ് എന്നിവർ സന്നിഹിതരായിരിക്കും. കണ്ണൂർ രൂപതയുടെ ആദരണീയനായ ബിഷപ്പ് മോസ്റ്റ് റെവറൻ അലക്സ് വടക്കന്തല പിതാവും സന്നിഹിതരായിരിക്കും. മറ്റനേകം വിശിഷ്ട വ്യക്തികളുമുണ്ട്. സമുദായ നേതാക്കന്മാരും അഭിമന്യ പിതാക്കന്മാരും അണിനിരക്കുന്ന ഈ സമ്മേളനം കേരള സമൂഹത്തിന് പുതിയൊരു ഉണർവ് നൽകുന്ന സമ്മേളനമാണ്. കാരണം ഇത് സാധാരണക്കാരുടെ, സമുദായ അംഗങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത്. ഈ സമൂഹത്തിലെ അനീതിക്കെതിരെ പോരാടുവാൻ, സാധാരണക്കാരന് നീതി ലഭിക്കുവാൻ, ഗവൺമെൻറ്റുകൾ അവഗണിക്കുന്ന വിഷയങ്ങൾ പൊതുജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കത്തോലിക്ക കോൺഗ്രസിലൂടെ സാധിക്കും. ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അഭിമന്യ പിതാക്കന്മാരും അൽമായ നേതാക്കളും ഒരുമിച്ച് സഭയുടെ ശക്തി വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഈ സമുദായം ഒറ്റക്കെട്ടായി മുന്നേറുന്നതിൻ്റെ ലക്ഷണമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് നിർണായകമായ ഒരു കാര്യമാണ് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കും. അഭിമന്യ പിതാക്കന്മാർ കൃത്യമായ നിലപാടുകൾ അറിയിക്കും. അതുപോലെ
ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചോർമൽ സാറും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയപരമായ നിലപാടുകളും പ്രഖ്യാപിക്കും. എന്ന് പറഞ്ഞാൽ ഇതൊരു കക്ഷി രാഷ്ട്രീയമല്ല എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഒരു മുന്നണിക്കും അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതല്ല. ജനപക്ഷത്ത് നിന്ന് ജനങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് കൃത്യമായ നിലപാടുകൾ, പ്രശ്നാധിഷ്ഠിതമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ മുന്നണികൾക്ക് കത്തോലിക്ക കോൺഗ്രസ് നൽകുന്നത്? കത്തോലിക്ക കോൺഗ്രസ് നൽകാനുള്ള വ്യക്തവും കൃത്യവുമായ സന്ദേശം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെയുള്ള ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ജനങ്ങളെ അവഗണിച്ച് ഒരു ജനപ്രതിനിധിക്കും ഒരു സർക്കാരിനും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതിനപ്പുറത്തേക്ക് കടന്ന് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ജനത്തിൻ്റെ വിഷയം ഗൗരവമായിട്ടെടുത്ത് അവർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നവരെ ഇനി ഈ കേരളത്തിൽ ഭരിക്കാൻ ഞങ്ങളും അനുവദിക്കുകയുള്ളൂ. ആർക്കൊക്കെ ഏതൊക്കെ നിയോജക മണ്ഡലത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ ഇതിനോടകം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ ഐക്യത്തിനും കത്തോലിക്ക കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങൾക്കും വില കൊടുക്കുന്നവർക്ക് ഗുണമുണ്ടാകും. അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ അവർ ദുഃഖിക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. ഈ JB കോശി കമ്മീഷൻ ആയാലും ഈ അവസാന നിമിഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ആയാൽ പോലും കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചൊരു വലിയ റാലിയും കാര്യങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. എന്നിട്ട് പോലും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം അത് പ്രസിദ്ധീകരിക്കുന്നു. പക്ഷേ അത് ഇനി പ്രാവർത്തികമാക്കുക എങ്ങനെയാണ് അടുത്തൊരു സർക്കാരായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അത് എത്രത്തോളം ഈ ഒരു സർക്കാരിൻ്റെ ഒരു ആത്മാർത്ഥത ഈ ഒരു വിഷയത്തിലുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ദുഃഖകരമായൊരു കാര്യം ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. മാസങ്ങളും വർഷങ്ങളും എടുത്തു. പക്ഷേ ശുഭോദർക്കമായ കാര്യം അവസാനം ഗവൺമെൻറ് ഇത് പ്രസിദ്ധീകരിച്ചു. ഇനി എന്ത് നടപടികൾ എടുക്കുമെന്നുള്ളതാണ്. അധികം സമയം ബാക്കിയില്ല. ഇന്നോ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്കറിയാം. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന സർക്കാർ എന്ത് ചെയ്യുമെന്ന് ഇന്നുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ് ജനങ്ങളോട് പറയേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള പക്ഷം രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ നിലപാടുകൾ പറയണം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ JB കോശി കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന ഇന്ന കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ചെയ്യും എന്ന് വ്യക്തമായി പറയാൻ ആർജവമുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ പിന്തുണയ്ക്കും.